പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം പരസ്യമായിട്ട് വന്നിട്ടില്ല. നിങ്ങളെല്ലാം മുമ്പിൽ വന്നെയാണ്, എന്റെ മുമ്പിൽ വന്ന പോലെ തന്നെ നിങ്ങളുടെ മുമ്പിലും വന്നെയാണ്. സംഭവം മുഴുവൻ എല്ലാ ചാനലിലും കൃത്യമായി കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അതിൽ ഗവൺമെന്റിന് യാതൊരു പങ്കുമില്ല, KSEBക്ക് പങ്കില്ല. പങ്കുള്ളത് കള്ളത്തരത്തിൽ ഇലക്ട്രിസിറ്റി ചൂഷണം ചെയ്ത് ഈ രീതിയിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തതാണ്. അദ്ദേഹത്തെ കിട്ടുകയും ചെയ്തു. ആദ്യത്തെ പിന്നിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് കണ്ടെത്തുന്നത്. ആദ്യത്തെ സംഭവമാണെങ്കിൽ നമുക്കൊരു ആസൂത്രണം എന്ന രീതിയിൽ പറയാം. ഇതിപ്പോ ഇവിടെ തന്നെ തുടരുന്നെന്ന് പറയുന്നു. അപ്പം കൃത്യമായി പരിശോധന നടത്താതെയൊക്കെ ഇല്ലേ? ഇപ്പൊ തന്നെ ഇങ്ങനെയുള്ള സംഭവം നടത്തുന്നതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് പ്രശ്നം. സൃഷ്ടിക്കപ്പെട്ട ഒരു ഇൻസിഡന്റ് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നുള്ളത് അന്വേഷിക്കണം. അതാ ഞാൻ പറഞ്ഞത്. അതായത് UDF എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, മാധ്യമങ്ങളോട് ഞാൻ പറയുന്നത്, ഇനിയുള്ള ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ 2026 മെയ് വരെ UDF എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞാണ്, ഇപ്പോൾ വീണ്ടും പറയാണ്. ഈ ഇൻസിഡന്റിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയുന്നത് എന്തും ചെയ്യും, യാതൊരു മടിയില്ലാത്ത സീസാണ്. അവർക്ക് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും നേരിടാനില്ല. നിലവിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിനാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്ത് ഒരാളും വന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഞാൻ വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു. കോൺഗ്രസുകാരന്റെ കുടുംബത്തെ പറ്റിയ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോഴല്ലേ ഇവിടെ ഇലക്ഷന്റെ ഭാഗത്തല്ലേ വരുന്നത്. അല്ലാതെ ഞങ്ങളൊക്കെ അന്നും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഹാക്കളൊക്കെ അന്നും വന്നിട്ടുണ്ട്. ഇനിയും വരും. ഇനി ഇലക്ഷൻ ഭാഗം ഒന്നുമല്ല. ഇന്നിപ്പോ ഇത് ഇലക്ഷൻ ഭാഗം ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ഒരു അപകടം തീർച്ചയായിട്ടും വരണ്ടേ? പക്ഷേ LDF വരണോ? അല്ല, ഞങ്ങൾ വരണോ? തെരഞ്ഞെടുപ്പ് ഞങ്ങളല്ലല്ലോ മുതലെടുക്കുന്നത്. മുതലെടുക്കാൻ വേണ്ടി പുറപ്പെട്ട് ഹർത്താൽ ഉൾപ്പെടെ നടത്താൻ വേണ്ടി തീരുമാനിച്ച് പുറപ്പെട്ടവര് ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾ? ഞങ്ങൾ ഇതൊന്നും മനസ്സിലായില്ല, നിങ്ങൾ ഇരിക്കണ്ട. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പോസ്റ്റർ ഉൾപ്പെടെ ഒട്ടിച്ചതിന്റെ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള, പൊക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗൌരവതരമായ പ്രശ്നം യഥാർത്ഥ